ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വാഗമണിലോട്ടാണ് കേട്ടോ. വാഗമൺ പോകുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മൾ പോകുന്നതാണ് മുനിയറ ഗുഹ കേട്ടോ. സോ അതിന് വേണ്ടി നമ്മൾ ജീപ്പ് സഫാരിയാണ് ചൂസ് ചെയ്തത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 7 പേർക്കും കൂടി അവർ ചാർജ് ചെയ്തത് 1000 റുപ്പീസ് ആയിരുന്നു. സോ നമ്മുടെ വെഹിക്കിൾസ് ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് അതിനുശേഷം അവരെ ജീപ്പിലോട്ട് കയറുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഒരു ഓഫ് റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. മുനിയറ ഗുഹ എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലം കാണാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു ഓഫ് റോഡാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുനിയറ ഗുഹയിലോട്ട് എത്തുകയാണ്. ഇതാണ് കേട്ടോ മുനിയറ ഗുഹ. പണ്ടുള്ള മുനിമാർ തപസ്സിരുന്ന സ്ഥലമായിട്ടാണ് മുനിയറ ഗുഹ അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ലൊരു ഇറക്കമുള്ളൊരു സ്ഥലമാണ്. സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിലും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അങ്ങോട്ടത്തേക്ക് ഇറങ്ങി ഈ ഒരു ഗുഹ കാണാൻ. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഏപ്രിൽ മാസം ആയപ്പോൾ തന്നെ നമുക്കറിയാലോ അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലോട്ട് നല്ല തണുപ്പൊന്നുണ്ടായിരുന്നു. ഉള്ളിലോട്ടുള്ള ഇറക്കം ഒരു 4 മിനിറ്റോളം ഉണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഗുഹ കാണാം. ആ ഗുഹയുടെ ഉള്ളിൽ നല്ല ഗംഭീര തണുപ്പാണ്. ഈ മഴ പെയ്യുന്ന സമയം മുഴുവൻ ഈ വെള്ളം കുത്തി ഒലിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമെന്നാണ് പറയപ്പെടുന്നത്. സോ ഏപ്രിൽ മാസം മുനിയറ ഗുഹ കാണാൻ ബെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. സോ ഇതാണ് മുനിയറ ഗുഹയുടെ ഉള്ളിൽ കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. മഴക്കാലം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കിടന്നിങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.